കഴിഞ്ഞ തവണത്തേക്കാൾ എല്ലാ അർത്ഥത്തിലും മെച്ചപ്പെടുകയാണ് NDA ചെയ്തിട്ടുള്ളത്. NDA കഴിഞ്ഞ തവണത്തേക്കാളും മെച്ചപ്പെട്ട പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ LJP വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തിക്കുകയും അവർക്ക് കഴിഞ്ഞ തവണ 24 ലക്ഷം വോട്ടാണ് LJP നേടിയെടുത്തിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിതീഷ് കുമാറിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് തന്നെ അവർക്ക് 29 സീറ്റ് നൽകിയത്. പക്ഷേ ഒരു 5-6 സീറ്റുകളിൽ മാത്രമാണ് LJPക്ക് മുന്നേറാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ JDU-ഓ BJP-യോ ചേരുന്ന അവരുടെ ഒരു വിജയ ശതമാനത്തിന്റെ തോത്, അവരുടെ ഒരു സ്ട്രൈക്ക് റേറ്റ് LJPക്ക് കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ നിതീഷ് കുമാറിന് ഒരു ചെക്ക് വെക്കാനുള്ള അവിടെ അടുത്ത തലമുറ ഒരു പാർട്ടിയായി ഘടകകക്ഷിയായി വളർത്തിക്കൊണ്ടുവന്നിരുന്നത് ചിരാഗ് പാസ്വാനാണ്. പക്ഷേ BJPയുടെ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ചിരാഗ് പാസ്വാൻ മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി നിതീഷ് കുമാറിനെ മാറ്റി നിർത്തിയുള്ള ഒരു രാഷ്ട്രീയം ബീഹാറിൽ BJPക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും 154 സീറ്റുകളിലേക്ക് NDA തങ്ങളുടെ സീറ്റ് നില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതുവരെ 243 സീറ്റുകളിൽ 241 സീറ്റുകളുടെ ഫലസൂചനകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ത്യ സഖ്യം കേവലം 81 സീറ്റിലേക്ക് ഒതുങ്ങുന്നു. NDA 156ലേക്ക് കുതിച്ചുയരുന്നു. അതായത് വളരെ വ്യക്തമായ ലീഡ്. ഒരുപക്ഷെ സമീപകാലത്ത് NDA സഖ്യം നേടുന്ന ഏറ്റവും മികച്ച വ്യക്തമായ ലീഡാണ് ബീഹാറിൽ NDA സഖ്യം നേടുന്നത് എന്ന് കാണാം. ഒരു തരത്തിലും എക്സിറ്റ് പോൾ ഫലങ്ങളെ അതിജയിക്കുന്ന ഒരു സൂചനയും EVM എണ്ണുമ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 156 സീറ്റുകളിൽ NDA സഖ്യം മുന്നിട്ട് നിൽക്കുകയാണ്. മാജിക് നമ്പർ എപ്പോഴേ അവർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പോയ തെരഞ്ഞെടുപ്പ് 2020 തെരഞ്ഞെടുപ്പിനേക്കാൾ മോശം പ്രകടനത്തിലേക്ക് പോവുകയാണോ ഇന്ത്യ സഖ്യം മഹാഗഡ്ബന്ധൻ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഇനി വരാനുള്ള ഫലസൂചനകൾ, ആദ്യഘട്ട ഫലസൂചനകളിൽ കൃത്യമായ ലീഡ്, വ്യക്തമായ ലീഡ് NDA നേടിയിരിക്കുന്നു. 10 മാത്രമാണ് കോൺഗ്രസിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രകടനം അതിദയനീയമാണ് എന്നും കാണാം. കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങിയാലും അവിടെ ബീഹാറിൽ കോൺഗ്രസിന് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നില്ല. അതേസമയം RJD തങ്ങളുടെ ഒരു ഭേദപ്പെട്ട നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പോയ തവണത്തേക്കാൾ മോശം പ്രകടനത്തിലേക്കാണ് അവർ പോകുന്നതെന്ന ഒരു സൂചനയും ഇതിലുണ്ട്. അപ്പോൾ റെക്കോർഡ് പോളിംഗ് നടന്ന ബീഹാറിൽ 10% കൂടുതൽ പോളിംഗ് നടന്ന ബീഹാറിൽ ഈ ജനം ആവേശത്തോടെ വന്ന് വോട്ട് ചെയ്ത് നിതീഷ് കുമാറിനും BJPക്കുമാണ് എന്ന വിലയിരുത്തലിലേക്ക് നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ പോകേണ്ടി വരും. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കേണ്ടി വരും. ഇതിനിടയിലാണ് വോട്ട് ചോരിയും SIR പ്രോസസ്സും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ജനങ്ങൾ എങ്ങനെ കണ്ടു, ജനങ്ങളുടെ ഹിതം ഇവിടെ പ്രതിഫലിച്ചോ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തുടങ്ങിയ ചോദ്യങ്ങളും ഉയരും. എന്തായാലും ഇപ്പോൾ നാം കാണുന്ന ടാലിയിൽ നിന്ന് ഒരു അട്ടിമറി ഇനി തൽക്കാലം പ്രതീക്ഷിക്കാമോ, ഒരു തിരിച്ചുവരവ് ഇന്ത്യ സഖ്യം നടത്തുമോ എന്നൊക്കെ നമുക്കിനി വരും നിമിഷങ്ങളിൽ കാണാം.